അന്തരിച്ചിരിക്കുന്നു. തമിഴ്നാടിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, തമിഴരുടെ പ്രിയപ്പെട്ട പുരട്ചി തലവി ജയലളിത മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നൽകാനുള്ളത്. ജയലളിത അന്തരിച്ചിരിക്കുന്നു. ഏകദേശം 72 ദിവസത്തിലകം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ഇന്നലെ വീണ്ടും ഗുരുതരാവസ്ഥയിലായത് ജയലളിത. ഒരു മടങ്ങിവരവുണ്ടാകും എന്ന് ഏവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ജയലളിത ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഇന്നലെയാണ് അവർക്ക് ഹൃദയസ്തംഭനമുണ്ടായി അതീവ ഗുരുതരാവസ്ഥയിലായി വീണ്ടും ICUവിലേക്ക്. റൈറ്റ്, റഹീസ് റഷീദ്, മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് സ്ഥിരീകരണം വന്നിരിക്കുന്നു. വാർത്താ ഏജൻസികൾ തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. റഹീസ്, എന്താണ് അവിടുത്തെ അവസ്ഥ? വാർത്താ ഏജൻസികൾ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം അപ്പോളോ ആശുപത്രി അധികൃതരിൽ നിന്നും ഇത് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത മരിച്ചിരിക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ച് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ളത്. അല്പസമയത്തിനകം ജയലളിതയുടെ മൃതദേഹം അപ്പോളോ ആശുപത്രിയിൽ നിന്നും പൊയാട് ഹൗസിലേക്ക്, അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാറ്റും എന്ന വിവരമാണുള്ളത്. പക്ഷേ ഇവിടെ ആശുപത്രിയുടെ മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് ഇത് സംബന്ധിച്ച ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ സമാധാനപരമായി തന്നെയാണ് ആളുകൾ ഇവിടെ നിൽക്കുന്നത്. കൂടുതൽ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്തായാലും കഴിഞ്ഞ 76 ദിവസമായി പനിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു ജയലളിത. അതിനുശേഷം പലവിധ അസുഖത്തെ തുടർന്ന് ജയലളിത ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഒരു അവസ്ഥയായി. റൈറ്റ്, എന്തായാലും ദുഃഖകരമായ ആ വാർത്ത വന്നിരിക്കുന്നു. ജയലളിത മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അപ്പോളോ ആശുപത്രിയിൽ നിന്ന് അല്പം മുമ്പാണ് ആ വാർത്ത എത്തിയത്. അതീവ ഗുരുതരാവസ്ഥയിലായ ജയലളിത മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ വാർത്താ ഏജൻസികളും ഒപ്പം അപ്പോളോ ആശുപത്രി അധികൃതരും തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ തമിഴ് ദൃശ്യമാധ്യമങ്ങളടക്കം ജയലളിത മരിച്ചു എന്നുള്ള വാർത്ത വൈകുന്നേരം നൽകിയിരുന്നുവെങ്കിലും ആശുപത്രി അധികൃതർ തന്നെ അത് തിരുത്തുകയാണ് ഉണ്ടായത്. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇപ്പോൾ ആ വാർത്തയ്ക്ക് സ്ഥിരീകരണം വന്നിരിക്കുന്നു. ജയലളിത മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. നിർണായക പാർട്ടി യോഗം ഇപ്പോൾ ADMKയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പുരോഗമിക്കുകയാണ്. അല്പ നിമിഷങ്ങൾക്കകം തന്നെ ജയലളിതയുടെ മൃതദേഹം അവരുടെ വസതിയായ പയസ് ഗാർഡനിലേക്ക് മാറ്റും. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരുക്കിയിരുന്നത്. അവിടേക്കുള്ള റോഡുകൾ മുഴുവൻ ഒഴിപ്പിച്ചു. പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തി. ഇപ്പോൾ രാജ്ഭവനിൽ ഗവർണറും സ്പീക്കറും ഒക്കെ ആ രീതിയിലുള്ള കൂടിക്കാഴ്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. ഏത് രീതിയിലാകും തമിഴകം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, അവരുടെ അമ്മയെ നഷ്ടപ്പെട്ട വിയോഗത്തിൽ ഏത് രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. നേരത്തെ അവർ മരിച്ചു എന്നുള്ള വാർത്ത തമിഴ് ദൃശ്യമാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തപ്പോൾ തന്നെ സ്ഥിതി നിയന്ത്രണ വിധേയമായതാണ്. ഇപ്പോൾ ആ വാർത്തയ്ക്ക് സ്ഥിരീകരണം വന്നിരിക്കുന്നു. ജയലളിത അന്തരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. നീണ്ട 70 ദിവസത്തിലധികം നീണ്ട ആശുപത്രി വാസത്തിന് ശേഷമാണ് ജീവിതത്തിലേക്ക്, സാധാരണ മുഖ്യമന്ത്രി പദത്തിലേക്ക്, സ്ഥിരം പ്രവർത്തനങ്ങളിലേക്ക് അവർ മടങ്ങി വരും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും അവരുടെ രോഗം മൂർച്ഛിച്ചത്, ഹൃദയസ്തംഭനമുണ്ടായത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ജയലളിതയെ വീണ്ടും ICUവിലേക്ക് മാറ്റിയത്. തുടർന്ന് ഉദ്വേഗത്തിൻ്റെയും ആശങ്കയുടെയും നിമിഷങ്ങളായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ്, ജയലളിതയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ആശുപത്രിക്ക് മുന്നിൽ ഇന്നലെ മുതൽ തടിച്ചുകൂടിയത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അവർ മടങ്ങി വരും എന്ന പ്രതീക്ഷയിൽ ഇതുവരെയും അവിടെ കഴിഞ്ഞിരുന്നത്. ആ ജനവിഭാഗം ഏത് രീതിയിലായിരിക്കും ജയലളിതയുടെ മരണവാർത്തയോട് പ്രതികരിക്കുക എന്നാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. വലിയ തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ നടത്തിയിരുന്നു. വൈകാരിക പ്രകടനങ്ങൾ അതിരുകടന്നാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് സൈന്യത്തെ അടക്കം ഇറക്കിക്കൊണ്ടുള്ള ജാഗ്രത ഉണ്ടായിരുന്നു. റഹീസ് ഉണ്ട്, ഞങ്ങളുടെ പ്രതിനിധി റഹീസ്. ആയിരക്കണക്കിന് ആളുകളാണ് അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അറിഞ്ഞോ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ മരണവാർത്ത ഈ പ്രവർത്തകർ?
ജയലളിത അന്തരിച്ചിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. നീണ്ട 70 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ജീവിതത്തിലേക്ക് അവർ തിരിച്ചുവരുമെന്ന് തോന്നിപ്പിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും അവർക്ക് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അഞ്ജിത അശോക് കൂടിയുണ്ട് ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ. അഞ്ജിത, 70 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം രാജ്യം തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരും എന്നുള്ള ഒരു ഘട്ടം. തമിഴകവും ആ രീതിയിൽ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം അവരുടെ രോഗം മൂർച്ഛിക്കുകയും ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയായിരിക്കും തമിഴകം ഈ വാർത്തയോട് പ്രതികരിക്കുക? സായി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അശുഭകരമായ ഒരു വാർത്ത തന്നെയാണ് അപ്പോളോ ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ നാം കേൾക്കുന്നത്. 70 ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ തമിഴകത്തിന്റെ പുരട്ചി തലവി, തമിഴകത്തിന്റെ അമ്മ വിടവാങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ തമിഴകത്തിന് ഇത് കനത്ത ഒരു ആഘാതം തന്നെയായിരിക്കും സൃഷ്ടിക്കുക. കാരണം അത്രത്തോളം അവർ ജയലളിതയെ നെഞ്ചേറ്റിയിരുന്നു. അവരുടെ അമ്മയാണ് ഇപ്പോൾ അവർക്ക് നഷ്ടമായിരിക്കുന്നത്. ഒരുപക്ഷെ വളരെയധികം പ്രാർത്ഥനകളോടുകൂടി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ഡോക്ടർമാർ വരെ വിധി എഴുതിയ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ വൈകിട്ട് പൊടുന്നനെ ഹൃദയാഘാതം ഉണ്ടാവുകയും അതേ തുടർന്ന് അവർ മരണത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് അപ്പോളോ ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. 11:30 രാത്രി 11:30 ജയലളിത അന്തരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ. ഞാൻ അഞ്ജിതയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് റഹീസ് റഷീദ് ഉണ്ട്. റഹീസ്, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ജയലളിതയും വഹിച്ചുകൊണ്ടുള്ള, അവരുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് പോകാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, അമ്മ എന്ന വിളിപ്പേരിട്ട് സ്നേഹം കൊടുത്തവർ വാഴ്ത്തിപ്പാടുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ മരണ വാർത്ത അപ്പോളേക്ക് മുന്നിൽ തടിച്ചുകൂടി ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ അറിഞ്ഞു. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ? അവർ ഈ വിവരം, ജയലളിത മരിച്ചു എന്ന വിവരം ആശുപത്രിക്ക് സമീപം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കുറെ അധികം ആളുകൾ അറിഞ്ഞെങ്കിൽ പോലും നേരത്തെ സംഭവിച്ചതുപോലെ അത് തെറ്റായ വാർത്തയായിരിക്കാം എന്നൊരു വിശ്വാസത്തിൽ കുറെ അധികം ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടയ്ക്ക് അവർ എല്ലാവരും കൂടി ഒച്ച വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഇത് തെറ്റായ കാര്യമായിരിക്കും എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. എന്തായാലും അല്പസമയത്ത് ത്തിനകം തന്നെ ജയലളിത വിടവാങ്ങി എന്ന കാര്യം എല്ലാവർക്കും വിശ്വസിക്കേണ്ടി വരും. കാരണം അപ്പോളോ ആശുപത്രി അധികൃതർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്ന നടപടിക്രമം ആശുപത്രിയുടെ ഉള്ളിൽ നിന്ന് ജയലളിതയെ അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പോളോ ആശുപത്രിയിൽ നിന്നും പോയാട് ഹൌസിലേക്ക് 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. പക്ഷേ ഈ റോഡിന്റെ ഇരുവശവും ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ സർക്കാർ തീരുമാനിച്ചത് ജയലളിതയെ വീട്ടിലെത്തിച്ചതിന് ശേഷം ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിടാം എന്നതായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു സ്പീക്കർ ഗവർണറെ വീട്ടിലെത്തിയത്. ഒപ്പം മൃതദേഹം വീട്ടിലെത്തിച്ചതിന് ശേഷം സ്പീക്കർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിരുന്നു സർക്കാർ നേരത്തെ ഒരുക്കിയിരുന്നത്. പക്ഷെ അതിൽ ചെറിയ തോതിലുള്ള പാളിച്ചകൾ സംഭവിച്ചു. അതാണ് നേരത്തെ മരണം സ്ഥിരീകരിക്കാൻ കാരണമായത്. ഇനി നേരത്തെ നിശ്ചയിച്ച പ്രകാരം ആശുപത്രിക്കുള്ളിൽ നിന്ന് തയ്യാറാക്കിയ വാഹനത്തിൽ ജയലളിതയെ ഔദ്യോഗിക വസതിയിലേക്ക് കൊണ്ടുപോകുമോ, അത് ഉടൻ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനി ചെറിയ തരത്തിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. കാരണം ആളുകൾ അറിഞ്ഞു വരുന്നു തുടങ്ങുകയാണ്. അവർ ചെറിയൊരു വടത്തിന്റെ ബലത്തിൽ മാത്രമാണ്, വടം കെട്ടി പോലീസുകാർ അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അത് ബാരിക്കേഡ് വെച്ച് പോലും തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ വടം പൊട്ടിച്ച് ആളുകൾ റോഡിലേക്ക് ഇനി കാണുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു. ആശുപത്രിയിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്ന DGP വീണ്ടും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോയിട്ടുണ്ട്. ഒ പനീർശെൽവം അടക്കമുള്ളവർ AIDMKയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. അല്പസമയത്തിനകം വീട്ടിലേക്ക് അവർ പോകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ജയലളിതയെ ഉടനെ ആശുപത്രിയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ പനീർശെൽവം അടക്കമുള്ള നേരത്തെ ആശുപത്രിയിൽ നിന്ന് പോയ മന്ത്രിമാർ തിരിച്ച് ആശുപത്രിയിലേക്ക് വരാൻ തന്നെയായിരിക്കും സാധ്യത. സെപ്റ്റംബർ 22-നാണ് പനി ബാധിച്ച് ജയലളിതയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ, അതായത് 24-ാം തീയതി നേതൃത്വം പറഞ്ഞത് ചെറിയൊരു പനിയാണ് ജയലളിതയുള്ളത്, ഉടൻ തന്നെ ആശുപത്രി വിടും
എന്ന കാര്യമായിരുന്നു AIADMK നേതൃത്വം പറഞ്ഞത്. 27-ാം തീയതി മുഖ്യമന്ത്രി എന്ന നിലയിൽ ജയലളിത ചുമതലകൾ നിറവേറ്റുന്നുണ്ട് എന്ന കാര്യം ജയലളിത ഒപ്പിട്ട ഒരു പേപ്പർ പുറത്തു കൊണ്ടുവന്ന് AIADMK നേതൃത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചു. DMK നേതൃത്വം മുഖ്യമന്ത്രി എന്ന നിലയിൽ ചുമതലകൾ ജയലളിത വഹിക്കുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലായിരുന്നു ഇത്. 29-ാം തീയതി മരുന്നുകളോട് മികച്ച രീതിയിലാണ് ജയലളിത പ്രതികരിക്കുന്ന എന്ന തരത്തിൽ അപ്പോളോ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി. പക്ഷെ 30-ാം തീയതി ആയപ്പോൾ ആരോഗ്യനില കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യമാണ് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായത്. കൂടുതൽ ആളുകൾ പരിഭ്രാന്തിയായി ആശുപത്രിയിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒക്ടോബർ 1-ന് ജയലളിതയ്ക്ക് പൂർണ്ണമായ ആശ്വാസമായി എന്ന് AIADMK നേതൃത്വം അറിയിച്ചു. ഉടൻ തന്നെ ആശുപത്രി വിടുമെന്ന് തമിഴ്നാട് ഗവർണർ C. വിദ്യാസാഗർ റാവുവും ഇവരെ സന്ദർശിച്ചു. അതിനുശേഷം ഉടൻ തന്നെ ഇവർ ആശുപത്രി വിടും എന്നൊരു അഭ്യൂഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2-ാം തീയതിയാണ് ജയലളിതയുടെ അസുഖം വീണ്ടും മൂർച്ഛിക്കുന്നത്. എത്തി ലോകപ്രശസ്തനായ ഡോക്ടർ റിച്ചാർഡ് ബേലി എത്തി ജയലളിതയെ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. 5-ാം തീയതി ഡൽഹി എയിംസിൽ നിന്നുള്ള ശ്വാസകോശ വിദഗ്ധർ ഒരു വിദഗ്ധ ടീം 5-അംഗ വിദഗ്ധ ടീം മുഖ്യമന്ത്രിയെ അപ്പോളോ ആശുപത്രിയിലെത്തി പരിശോധിച്ച് അവർക്ക് വേണ്ട തരത്തിലുള്ള ചികിത്സ നൽകി. 6-ാം തീയതി ജയലളിതയുടെ ആരോഗ്യം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു ഒരു പൊതുതാൽപര്യ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നു. ഈ ഹർജി കോടതി തള്ളുകയായിരുന്നു ചെയ്തത്. 12-ാം തീയതിയാണ് ജയലളിതയുടെ ചുമതലയുണ്ടായിരുന്ന വകുപ്പുകൾ മുഖ്യമന്ത്രി അടക്കമുള്ള വകുപ്പുകൾ ധനമന്ത്രി O. പനീർശെൽവത്തിന് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇതോടുകൂടി DMK AIADMKക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി നൽകുക കൂടിയായിരുന്നു AIADMK നേതൃത്വം ചെയ്തത്. DMK അധ്യക്ഷൻ കരുണാനിധിയുടെ ഭാര്യ രാജാത്തി അമ്മൾ 13-ാം തീയതി ആശുപത്രിയിലെത്തി ജയലളിതയെ സന്ദർശിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. 21-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത്. ഒപ്പം മുഖ്യമന്ത്രി അടുത്ത ദിവസങ്ങൾക്കകം ആശുപത്രി വിടും എന്നൊരു സൂചനകളും AIADMK നേതൃത്വം